ഹായ് ഹലോ നമസ്കാരം. AZBയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനെ കുറിച്ചാണ്. നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു തസ്തികയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ 2024 ഡിസംബറിൽ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. വീണ്ടും എല്ലാവർക്കും AZBയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഇപ്പോൾ LDC എഴുതി കഴിഞ്ഞ ഒരുപാട് പേര് കാണും. അവർക്ക് ചിലപ്പോൾ മാർക്ക് ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് വന്ന് കാണും, അല്ലെങ്കിൽ എഴുതാൻ കഴിയാതെ വന്നവർ കാണും. അവർക്കെല്ലാമായിട്ടൊരു ഗോൾഡൻ ചാൻസ് ആണ് ഈ വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം. ഈ ഡിസംബറിൽ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ കാണും. ഡിസംബർ 30-ന് മുമ്പ് 31-ന് അല്ലെങ്കിൽ 30-നായിട്ട് നോട്ടിഫിക്കേഷൻ കാണും. നമുക്കൊരു 2 ഘട്ടമായിട്ടാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത്. ആദ്യം ഒരു പ്രിലിംസ് പരീക്ഷ കാണും, പിന്നീട് മെയിൻ പരീക്ഷ കാണും. അതിൽ റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഇടുന്നു, അതിൽ നിന്നും വിജയിക്കുന്നവർക്ക് ഒരു ഇൻ്റർവ്യൂ കാണും. അപ്പോൾ 2 ഘട്ടമായിട്ടാണ് പരീക്ഷ, പ്രിലിംസ് പിന്നീട് മെയിൻ പരീക്ഷ. അതും കൂടി എല്ലാവരും ഓർത്തിരിക്കുക. ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെ കുറഞ്ഞത് ഒരു 2 മാസമെങ്കിലും പ്രിലിംസ് പരീക്ഷയ്ക്ക് പഠിക്കാൻ സമയം കിട്ടും. ചിലപ്പോൾ 2-ൽ കൂടുതലും കിട്ടാം. എന്നാലും മെയിൻ പരീക്ഷയ്ക്ക് കുറയാതെ നമുക്കൊരു 6 മാസത്തിൽ കുറയാത്ത സമയവും കിട്ടും. അപ്പോൾ ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടത് ചിട്ടയായ പഠനമാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിട്ടയായ ഒരു പഠനമാണ് വേണ്ടത്. അതിനുവേണ്ടി ഞങ്ങൾ AZB ഒരുക്കിയിരിക്കുന്ന ഒരു പുതിയ കോഴ്സാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിൻ്റെ പുതിയൊരു കോഴ്സ് AZB ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വലിയൊരു തസ്തികയാണ്, നമുക്കറിയാം എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വലിയ തസ്തികയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം. പരീക്ഷയിൽ ഏറ്റവും മികച്ച റാങ്ക് നേടി വേണം നമുക്കൊരു ജോലി വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റികളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ കാണും. അതുപോലെ ഇനി ലൈവ് ക്ലാസ്സുകൾ കാണാത്തവർക്കാണെങ്കിൽ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങളുടെ ഉചിതമായ സമയത്ത് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളെല്ലാം തന്നെ കാണാൻ കഴിയും. അതാണ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത അല്ലേ. ഇനി ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ നിങ്ങളുടെ ഫ്രീ ടൈമുകളിൽ ഈ ക്ലാസ്സുകൾ കാണാം. അതുപോലെ നമുക്ക് ആവശ്യമുള്ള SCRT ചാപ്റ്ററുകളും NCERT ചാപ്റ്ററുകളും ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം PDF-കളും ലഭ്യമാണ്. ഇനി മോക്ക് ടെസ്റ്റുകൾ, നമ്മളെപ്പോഴും ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും ചെയ്യേണ്ടത് എക്സാം എഴുതി പ്രാക്ടീസ് നേടുക. ഓരോ ടെസ്റ്റ് എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോഴും അവർ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഓരോ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ഒരുപാട് വിലപ്പെട്ടതാണ്. അപ്പോൾ അതൊന്നും മിസ്സാക്കാതെ ഓരോ എക്സാമുകളും എഴുതുക. മോക്ക് ടെസ്റ്റുകൾ, അതിൽ OMR പ്രാക്ടീസ്. ഇപ്പോൾ ഇത് ആദ്യമായിട്ടൊക്കെ എഴുതുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ എഴുതി ഒരുപാട് പരിചയമുള്ളവർക്കായാലും ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ പറ്റാം. അപ്പോൾ നിങ്ങൾ വേണ്ടത് പരിശീലിക്കുക. OMR ടെസ്റ്റ് പ്രാക്ടീസും എഴുതി പരിശീലിക്കുക. അതുപോലെ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരു സ്പെഷ്യൽ സ്റ്റഡി ടൈം ടേബിൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങൾ AZB അക്കാദമി കൂടെ തന്നെയുണ്ട് ഏതൊരു കാര്യത്തിനും. അതുപോലെ നിങ്ങൾക്ക് 24 മണിക്കൂർ മെൻറ്റർഷിപ്പ് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഏത് സംശയത്തിനും, ഇപ്പോൾ കോഴ്സിനെ കുറിച്ചായിക്കോട്ടെ, അല്ലെങ്കിൽ കോഴ്സിൽ വരുന്ന ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചായിക്കോട്ടെ, അല്ലെങ്കിൽ ആപ്ലിക്കേഷനെ കുറിച്ചായിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ സംശയ നിവാരണത്തിന് വേണ്ടിയിട്ട് 24 മണിക്കൂറും ഒരു മെൻറ്റർ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അവരെ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം, ക്ലിയർ ചെയ്യാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് 9995467246 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഉടൻ തന്നെ ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉടനെ തന്നെ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ PSCയിൽ ഒരു തുടക്കക്കാരനാണെങ്കിൽ ചിലപ്പോൾ ബേസിക് അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ PSC പഠിച്ചു വരുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സാം എഴുതി കാണും, 1-2 എക്സാമൊക്കെ എഴുതി കാണും, പക്ഷെ ക്രാക്കിലേക്ക് എത്തിയിട്ടില്ല.
ആ ഒരു രീതിയിലേക്ക് PSC എഴുതുന്ന ലെവലിലേക്ക് എത്തിക്കാണത്തില്ല. അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക കോഴ്സാണ് ആരംഭം. ഇതിൻ്റെ ഫീസ് വരുന്നത് 5000 രൂപയാണ്. 6000 ആയിരുന്നു, ഇപ്പോൾ ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. 5000 രൂപയാണ് ഫീസ് വരുന്നത്. ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 18 മാസമാണ് വാലിഡിറ്റി. നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം എന്താണ്? ഒരു സർക്കാർ ജോലിയാണ് അല്ലേ? അപ്പോൾ ഒരു ജോലി കിട്ടാൻ നമ്മൾ എന്തായാലും കഷ്ടപ്പെട്ടേ പറ്റൂ. നമ്മൾ ഹാർഡ് വർക്ക് തന്നെ ചെയ്യണം. 99% ഹാർഡ് വർക്കാണ്, പിന്നെ 1% നമുക്ക് വേണമെങ്കിൽ പറയാം ലക്കെന്ന്. എന്നാലും നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിൻ്റെയൊക്കെ റിസൾട്ട് അത്രത്തോളം വലുതായിരിക്കും. അപ്പം നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ കൂടെ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ കൂടെയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് AZB എന്ന അക്കാദമിയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയാണെങ്കിൽ ഈ ഒരു ആരംഭം എന്ന സ്പെഷ്യൽ ഗോൾഡൻ ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും എല്ലാം തന്നെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് കോഴ്സുകൾ റൺ ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ്, നിങ്ങൾക്ക് ഉചിതമായ കോഴ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, ഡൗൺലോഡ് ചെയ്യാം, പഠിക്കാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് 9995467246 എന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജുകൾ അയയ്ക്കുക. ഇനി ആരംഭം എന്ന കോഴ്സാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആരംഭത്തിൻ്റെ കോഴ്സിൻ്റെ വിലയെന്ന് പറയുന്നതല്ലേ, പർച്ചേസിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ 6010 രൂപയാണ്. പക്ഷേ എൻ്റെ കൂപ്പൺ കോഡായ ധന്യ20 ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ കൂപ്പൺ കൊടുക്കാനുള്ള ഭാഗം കിടപ്പുണ്ട്. അവിടെ എൻ്റെ കൂപ്പൺ കോഡ് പേസ്റ്റ് ചെയ്യുക. ധന്യ20 എന്ന കൂപ്പൺ കോഡ് പേസ്റ്റ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് 9995467246 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഓൺലൈനിൽ തന്നെ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. കൂപ്പൺ കോഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ ഡിസ്കൗണ്ട് ലഭിക്കും. അപ്പോൾ 10 രൂപ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഫീസാണ്. കോഴ്സിൻ്റെ ഫീസ് വരുന്നത് 6000 രൂപയാണ്. 10 രൂപ പ്ലാറ്റ്ഫോം ഫീസ്. ഇനി എൻ്റെ കൂപ്പൺ കോഡ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെ 5010 രൂപ അടച്ചാൽ മതിയാവും. അങ്ങനെ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഫോൺ പേ വഴിയോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് അടയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മളൊക്കെ കാത്തിരുന്ന ആ ഒരു വലിയൊരു എക്സാം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം. അതിനാദ്യം നമുക്ക് വലിയൊരു കടമ്പ കടക്കണം, പ്രിലിംസ്. അപ്പോൾ പ്രിലിംസ് എന്ന വലിയൊരു കടമ്പ നമ്മൾ കടന്നേ പറ്റൂ, കടന്നാലേ നമുക്ക് മെയിൻ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പ്രിലിംസിൻ്റെ എക്സാമിന് നമ്മൾ എന്തൊക്കെ പഠിക്കണം? അതിൽ ജനറൽ നോളജിൻ്റെ വിഭാഗത്തിൽ നിന്നും 10 മാർക്കാണ് ചോദിക്കുക. അതുപോലെ അതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററിക്ക് 5 മാർക്കാണ്. ജോഗ്രഫി 5 മാർക്കിൻ്റെ ജോഗ്രഫിയാണ് ചോദിക്കുക. സിവിക്സ് 5 മാർക്കാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 10 മാർക്കാണ്, 5 മാർക്കാണ്. അതുപോലെ ആർട്സ്, കലാ, സാഹിത്യം, സ്പോർട്സ് ഇതിനെല്ലാം കൂടെ 10 മാർക്കാണ്. ഇനി കമ്പ്യൂട്ടർ നോളജ്, ബേസിക് ഓഫ് കമ്പ്യൂട്ടറിൽ നിന്നും 5 മാർക്കാണ്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും 5 മാർക്ക്. നമ്മുടെ ബയോളജിയും ഹിസ്റ്ററിയും കെമിസ്ട്രിയും എല്ലാം, എൻവയോൺമെൻറ്റൽ സയൻസും എല്ലാം വരുന്നത് ഈ ഒരു മേഖലയിലാണ്. അതിനും 5 മാർക്ക്. പിന്നെ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്, അതിന് 20 മാർക്കാണ്. ഇംഗ്ലീഷ്, ഗ്രാമർ, ജനറൽ ഇംഗ്ലീഷ് അതുപോലെ 20 മാർക്കാണ്. പിന്നെ നമ്മുടെ മലയാളം, അത് റീജിയണൽ ലാംഗ്വേജ്, അത് നിങ്ങൾക്ക് ചിലപ്പോൾ കന്നഡയാകാം, തമിഴാകാം, മലയാളമാകാം, അതിന് 10 മാർക്കാണ്. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഇതിൻ്റെ സിലബസ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സിലബസിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക. ഇപ്പോൾ ഹിസ്റ്ററി, ഇപ്പോൾ ജനറൽ നോളജ് 10 മാർക്ക്, ഇങ്ങനെ ഓരോന്നും എഴുതി വെച്ചിട്ട് ഏതൊക്കെ എവിടെ നിന്നൊക്കെ പഠിക്കണമെന്നുള്ളത് ഒരു അവയർനെസ് ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ, കൾച്ചറൽ, സ്പോർട്സ്, ബേസിക് കമ്പ്യൂട്ടർ, സയൻസ് ആൻഡ് ടെക്നോളജി, സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്, ജനറൽ ഇംഗ്ലീഷ്, അതുപോലെ റീജിയണൽ ലാംഗ്വേജ്, ഇതെല്ലാമാണ് നമ്മുടെ സിലബസ്. അപ്പോൾ ഇതിനെല്ലാം കൂടെ നന്നായിട്ട് പഠിക്കുക. ഇതെല്ലാം നമ്മുടെ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഓരോന്നിൻ്റെയും ക്ലാസ്സുകളും PDF-കളും എല്ലാം ആപ്ലിക്കേഷൻ ലഭ്യമാണ്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയറും നമ്മൾ പഠിച്ചു പോകണം.
അപ്പോൾ ഇതുമായി ഇപ്പോൾ ഹിസ്റ്ററിയിലെ കറണ്ട് അഫെയർ വേണം, അതുപോലെ ജോഗ്രഫി പരമായി എന്തെങ്കിലും കറണ്ട് അഫെയർ ഉണ്ടെങ്കിൽ അത് വേണം, എക്കണോമിക്സ്, സിവിക്സ്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാം നമുക്ക് CA അവൈലബിൾ ആണ് ആപ്പിൽ. ഡെയിലി കറണ്ട് അഫെയർ ക്ലാസ്സുകൾ പോകുന്നുണ്ട്, വീക്ക്ലി കറണ്ട് അഫെയർ ക്ലാസ്സുകൾ പോകുന്നുണ്ട്, മന്ത്ലി കറണ്ട് അഫെയർ ക്ലാസ്സുകളും ആപ്ലിക്കേഷൻ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം ഈ ഹിസ്റ്ററിയിൽ എന്തൊക്കെ പഠിക്കണമെന്ന് നോക്കാം. അപ്പൊ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, അപ്പൊ യൂറോപ്യന്മാരുടെ അറൈവലാണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. യൂറോപ്യന്മാരുടെ അറൈവൽ. അപ്പൊ ഇവ ആരൊക്കെയായിരുന്നു യൂറോപ്യന്മാരെന്നുള്ള അവന സാധ്യത വേണം അല്ലെ. അപ്പൊ യൂറോപ്യന്മാർ വന്ന ആരൊക്കെ വന്നു, ഏതൊക്കെ രാജ്യക്കാർ വന്നു, അങ്ങനെയുള്ള അതിന്റെ ഹിസ്റ്ററിയും അവരുടെ സംഭാവനകളും എല്ലാം നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തണം. കേരള ഹിസ്റ്ററിയിൽ ഇതെല്ലാം നമുക്ക് ഉൾപ്പെടുത്തിയേ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ഇതാണ് ട്രാവൻകൂർ, അതായത് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിന്റെ ചരിത്രം. തിരുവിതാംകൂറിന്റെ ചരിത്രത്തില് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഇവരുടെ എല്ലാ സംഭാവനകളും, ഇവരുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങൾ പഠിക്കണം, ഇനി ഇവരുടെയൊക്കെ സംഭാവനകൾ പഠിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിലും ഉൾപ്പെടുത്തണം. ഈ അതിപ്രധാനപ്പെട്ട വർഷങ്ങൾ ഒരുപാട് വരുന്നുണ്ട്, അതൊന്നും മറന്നു പോകാതെ പഠിക്കുകയും വേണം. പിന്നെ വരുന്നത് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം ആണ്, അതായത് നമ്മുടെ നവോത്ഥാനം. ശ്രീനാരായണ ഗുരു, അതുപോലെ ചട്ടമ്പിസ്വാമി, അയ്യാ വൈകുണ്ഠ, അങ്ങനെയുള്ള ഒരുപാട് നവോത്ഥാന നായകർ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അവരുടെ സംഭാവനകളും അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചേ പറ്റൂ. പിന്നെ വരുന്നത് നാഷണൽ മൂവ്മെന്റ് ഇൻ കേരളയാണ്. നാഷണൽ മൂവ്മെന്റ് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, നമ്മുടെ ദേശീയ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വന്ന ദേശീയ പ്രസ്ഥാനങ്ങളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ പഠിക്കണം. പിന്നെ വരുന്നത് ലിറ്ററസി സോഴ്സ് ഓഫ് കേരളയാണ്, അതായത് കേരളവുമായി ബന്ധപ്പെട്ട് ചരിത്ര സാഹിത്യകൃതികളാണ്. സാഹിത്യകൃതികൾ നമ്മൾ പഠിക്കണം. പിന്നെ യുണൈറ്റഡ് കേരള മൂവ്മെന്റ് ആണ്. യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, ഐക്യ കേരള പ്രസ്ഥാനം, അതും നമ്മൾ പഠിക്കണം. പിന്നെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററിയാണ്. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം പഠിക്കണം. 1956 മുമ്പുള്ള കേരള, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഈ 56 ശേഷമുള്ള പൊളിറ്റിക്കൽ സോഷ്യൽ ഹിസ്റ്ററി നമ്മൾ പഠിക്കണം കേരളത്തെ സംബന്ധിച്ച്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കേരളവുമായി ബന്ധപ്പെട്ട് ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. അറൈവൽ ഓഫ് യൂറോപ്യൻസ്, യൂറോപ്യന്മാരുടെ വരവ് പഠിക്കണം. യൂറോപ്യന്മാരുടെ വരവ്, ബ്രിട്ടീഷുകാർ, അതുപോലെ ഡച്ചുകാർ, ഡെൻമാർക്കുകാർ, അതുപോലെ ഫ്രാൻസുകാർ, അങ്ങനെ അവരെല്ലാം വന്നതും അവർ കേരളത്തിലുണ്ടാക്കിയ മാറ്റങ്ങളും അവരുടെ സംഭാവനകളും എല്ലാമാണ് ആ ഒരു ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ആ ഒരു ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ചരിത്രം, അതായത് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ചരിത്രം നമ്മൾ പഠിച്ചേ പറ്റൂ. അപ്പം അതെല്ലാം നമ്മൾ പഠിക്കണം. മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ രാജാവ് വരെയുള്ള തിരുവിതാംകൂറിന്റെ ചരിത്രം, അതുമായി ബന്ധപ്പെട്ട രാജവംശങ്ങളും അതുപോലെ അതിൻ്റെ പഴയ പേരും അതുപോലെ അതുമായി ബന്ധപ്പെട്ടുണ്ടായ യുദ്ധങ്ങളും അതുപോലെ അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് പേരുണ്ട്. നമ്മൾ അതിൻ്റെ തിരുനാൾ മാർത്താണ്ഡവർമ്മ അല്ലേ, അങ്ങനെ ശ്രീ തിരുനാൾ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. പിന്നെ അതിനകത്ത് പറയുന്നത് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻ്റ് ആണ്. അതിൽ ശ്രീനാരായണ ഗുരു മുതലുള്ള എല്ലാവരെയും പഠിക്കണം. അവരുടെ സംഭാവനകൾ, അവരുടെ പ്രധാനപ്പെട്ട ചരിത്ര കൃതികൾ, ഇതെല്ലാം നമ്മൾ പഠിച്ചേ പറ്റൂ. അപ്പോൾ ശ്രീനാരായണ ഗുരു, അയ്യാ വൈകുണ്ഠസ്വാമി, അതുപോലെ ചട്ടമ്പിസ്വാമി, കുമാരഗുരുദേവൻ, അതുപോലെ തന്നെ ചാവറ അച്ഛൻ, ചാവറ ഏലിയാസ് ചാവറ, അതുപോലെ ദാക്ഷാണി വേലായുധൻ, അങ്ങനെയുള്ള ഒരുപാട് മഹത് വ്യക്തികൾ കേരളത്തിലുണ്ടായിരുന്നു നവോത്ഥാനവുമായി ബന്ധപ്പെട്ട്. അതും അവരുടെ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ വിപ്ലവങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നുള്ളത് കേരള ലിറ്ററസി സോഴ്സ് ഓഫ് കേരളയാണ്, അതായത് സാഹിത്യ ഗ്രന്ഥങ്ങൾ, കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള സാഹിത്യ സ്രോതസ്സുകളും അതിനെക്കുറിച്ചും പഠിക്കണം. പിന്നുള്ളത് ഐക്യ കേരള പ്രസ്ഥാനമാണ്.
കേരളം ഉണ്ടായ ആ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പഠിക്കണം. പിന്നെ 56-ന് ശേഷമുള്ള പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള, അപ്പോൾ അതും നമ്മൾ നന്നായിട്ട് പഠിക്കും. ഇത്രയും കാര്യങ്ങളാണ് കേരളവുമായി ബന്ധപ്പെട്ട് ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത്. അതിനാണ്. ഇനി ഇന്ത്യയുമായി നോക്കുവാണെങ്കിൽ ആദ്യം ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പഠിക്കേണ്ട ഫസ്റ്റ് ടോപ്പിക്ക് മധ്യകാലമാണ്. മധ്യകാല ഇന്ത്യയാണ്. സുൽത്താനേറ്റ് എല്ലാം പഠിക്കണം. മുഗൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. ഡൽഹി സുൽത്താനേറ്റ് മൊത്തം നമ്മൾ പഠിക്കണം. പിന്നെ ഈ പറയുന്ന ഹിസ്റ്ററി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, കോൺട്രിബ്യൂഷൻസ്, നവോത്ഥാനം, റിഫോംസ്, നവോത്ഥാനം പഠിക്കണം. രാജാറാം മോഹൻ റോയ് മുതലുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ പഠിക്കണം. പിന്നെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. നമ്മുടെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ അരങ്ങേറി. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കണം. ഇനി ഫോർമേഷൻ ഓഫ് INC കുറിച്ച് പഠിക്കണം. സ്വദേശി പ്രസ്ഥാനം, അതുപോലെ തന്നെ സോഷ്യൽ റിഫോം മൂവ്മെന്റ് പഠിക്കണം. അതുപോലെ ന്യൂസ് പേപ്പേഴ്സ്, അവരുമായി ബന്ധപ്പെട്ട ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ, അതുപോലെ ഫ്രീഡം സ്ട്രഗിളേഴ്സ്, ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ്, അതുപോലെ മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യാസ് ഇൻഡിപെൻഡന്റ്, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ ഡെവലപ്മെന്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, ഇന്ത്യയിലെ സയൻസിലും എഡ്യൂക്കേഷനിലും ടെക്നോളജിയിലും വന്ന ഡെവലപ്മെന്റുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ ഫോറിൻ പോളിസിയെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951, 51-ന് ശേഷമുള്ള പൊളിറ്റിക്കൽ ഹിസ്റ്ററിയെക്കുറിച്ചും നമ്മൾ പഠിച്ചേ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയെക്കുറിച്ച് പറയുവാണെങ്കിൽ പറയുവാനുള്ളത്. പിന്നെ ഇതുമായി റിലേറ്റഡ് NCERT, SCERTയിലും വരുന്ന കാര്യങ്ങളും നമ്മൾ പഠിക്കണം. പിന്നെ വേൾഡുമായി പറയുവാണെങ്കിൽ ഗ്രേറ്റ് റെവല്യൂഷൻ, മഹത്തായ വിപ്ലവം അല്ലെ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതുപോലെ ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ചൈനീസ് റെവല്യൂഷനും അതുപോലെ വേൾഡ് വാറിന് ശേഷമുള്ള കാര്യങ്ങളും UNOയും അതിൻ്റെ ഇന്റർനാഷണൽ ഓർഗനൈസേഷനും നമ്മൾ നന്നായിട്ട് പഠിച്ചേ പറ്റൂ. അപ്പം ഹിസ്റ്ററിയിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആനുകാലിക സംഭവങ്ങളുണ്ടെങ്കിൽ അതും നമ്മൾ പഠിച്ചേ പറ്റൂ. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന്. ഒരിക്കൽ കൂടി നമുക്ക് നോക്കിപ്പോകാം. അപ്പോൾ നമ്മളൊക്കെ കാത്തിരുന്ന ആ ഒരു എക്സാമാണ് അല്ലേ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവും. 2024 ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരും. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വലിയ എക്സാം നമ്മളെ കാത്തിരിക്കുകയാണ്. നമ്മളെല്ലാം കാത്തിരുന്ന ഒരു വലിയ എക്സാം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ആ പരീക്ഷയിൽ ഏറ്റവും മികച്ച റാങ്ക് നേടി തന്നെ ജോലി വാങ്ങണം. അതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. നമ്മുടെ എല്ലാ ലക്ഷ്യം എന്താണ്? ഒരു ജോലിയാണ്. മികച്ച റാങ്ക് വാങ്ങുക. ആദ്യത്തെ ഒരു 50-നോ 100-നകത്തോ ഒക്കെ റാങ്ക് ലിസ്റ്റ് ഇടുക, ജോലി വാങ്ങുക, ലൈഫ് അങ്ങോട്ട് ജോലിയാക്കുക. അതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന എക്സാമിനെ മാത്രം ലക്ഷ്യമാക്കി നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കോഴ്സ്. ഫീസ് വരുന്നത് 5000 രൂപയായിരുന്നു ഫീസ്. ഇപ്പോൾ ഫീസ് 2499 രൂപയാണ്. ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത് 1 ഇയർ ആണ്. അപ്പം നിങ്ങളുടെ പ്രിലിംസ് വരുന്നുണ്ട്, ഡിഗ്രി പ്രിലിംസ്. ഈ ഒരു എക്സാം നമുക്കറിയാം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് 2 എക്സാമാണ്, 2 ഘട്ടമായിട്ടാണ് എക്സാം നടത്തുക. ഒന്ന് പ്രിലിംസ് കാണും, പിന്നീട് മെയിൻ എക്സാം, പിന്നീട് നമ്മുടെ ഇന്റർവ്യൂ. അപ്പോൾ പ്രിലിംസിനും മെയിൻസിനും വിജയിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ടോപ്പിക്കുകളും ഇൻക്ലൂഡ് ചെയ്തുള്ള ഒരു കോഴ്സാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എന്ന കോഴ്സ്. അപ്പോൾ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അതുപോലെ SSCRT ചാപ്റ്ററുകൾ അവൈലബിൾ ആയിരിക്കും. മോക്ക് ടെസ്റ്റുകൾ കാണും, ലൈവ് റെക്കോർഡ് ക്ലാസ്സുകൾ കാണും, ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ കാണും. സ്പെഷ്യൽ സ്റ്റഡി ടൈം ടേബിളും അവൈലബിൾ ആയിരിക്കും. ഇവിടെ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഉചിതമായ സമയത്ത് നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാം. അപ്പോൾ വീട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി സ്ഥലത്തായിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം കാണാം. ഇപ്പോൾ ലൈവ് ക്ലാസ് കാണാൻ കഴിയാത്തവർക്കാണെങ്കിൽ ഞങ്ങൾ റെക്കോർഡ് ക്ലാസ്സുകൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ അന്ന് പഠിപ്പിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെ തന്നെ PDF-കളും ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. അതുപോലെ +2, +1, +2 ലെവലിലെ
ടെക്സ്റ്റ് ബുക്കുകളുടെ PDF-കളും അതിൻ്റെ പ്രത്യേക ക്ലാസ്സുകളും സ്പെഷ്യൽ ക്ലാസ്സുകളും ഒക്കെ ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അതുപോലെ SCERT ചാപ്റ്ററുകളുടെയും ക്ലാസ്സുകളും PDF-കളും അവൈലബിൾ ആണ്. ഇനി മോക്ക് ടെസ്റ്റ് എഴുതി വേണം നമുക്ക് വിജയത്തിലേക്ക് അടുക്കാൻ. ഓരോ മോക്ക് ടെസ്റ്റുകളും ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നും മിസ്സാക്കാതെ നിങ്ങൾ ഓരോ മോക്ക് ടെസ്റ്റും എഴുതുക. ഇപ്പോൾ ഒരുപാട് മാധ്യമങ്ങളിൽ ഈ പറയുന്ന ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ തൊഴിൽവേദി, തൊഴിൽ വാർത്ത അങ്ങനെയുള്ള മാധ്യമങ്ങളിലും അതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ യൂട്യൂബ് ഉൾപ്പെടെയുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഈ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. ഇങ്ങേറ്റം ഗൂഗിളിൽ വരെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ആപ്ലിക്കേഷൻ എടുക്കുന്നവർക്കാണെങ്കിൽ നമ്മളിവിടെ തന്നെ മോക്ക് ടെസ്റ്റ് ഒരുക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് മോക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്നും നിങ്ങൾ എഴുതുക. ഇനി സ്പെഷ്യൽ സ്റ്റഡി ടൈം ടേബിൾ, നമുക്ക് എന്തായാലും ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. കാരണം ഇത്ര ദിവസം മാത്രമേ നമുക്ക് എക്സാമിന് മുന്നോടിയായിട്ട് നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഓരോ ദിവസവും ചിട്ടയായി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല നാളെ പഠിക്കാം, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് പഠിക്കാം, അയ്യോ ലൈവ് ക്ലാസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഉണ്ടല്ലോ, അല്ലെ പിന്നെ യൂട്യൂബ് നോക്കാം, അല്ലെ പിന്നെ അത് പഠിക്കാം എന്ന് കരുതി മാറ്റി വെച്ചിരുന്നാൽ ഇതെല്ലാം അങ്ങനെ ലാഗായി പോകും. അപ്പം നമുക്ക് ആദ്യം വേണ്ട എന്താണ്, ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പം അത് ഞങ്ങൾ AZB അക്കാദമി അതും ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്കായി ഒരു ടൈം ടേബിൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 150 ദിവസം ടൈം ടേബിളാണ് പ്രിലിംസിന് വേണ്ടി നമ്മൾ ഒരുക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഈ ഒരു ആപ്ലിക്കേഷൻ ലഭ്യമാണ്. അപ്പോൾ ഡൗൺലോഡ്, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഡൗൺലോഡ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യുക, നന്നായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ PSCയിൽ ഇപ്പം PSC എഴുതി PSC 1-2 എക്സാം എഴുതിയിട്ടുള്ളൂ, ക്രാക്കിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ PSC എക്സാമിൻ്റെ ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമായ ഒരു കോഴ്സാണ് ആരംഭം. നിങ്ങളിനി 10ാം ക്ലാസ് ലെവലായിക്കോട്ടെ, +2 ലെവലായിക്കോട്ടെ, ഇനി ഡിഗ്രി ലെവൽ എക്സാം എഴുതിക്കോട്ടെ, ഇവർക്കെല്ലാം വേണ്ടിയുള്ള ഒരു കോഴ്സാണ് ആരംഭം എന്ന ഗോൾഡൻ പ്രീമിയർ കോഴ്സ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുക. കാരണം നമ്മുടെ എല്ലാ സ്വപ്നം എന്താണ്, ഒരു സർക്കാർ ജോലിയാണ്. നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം, നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നം, വീഡിയോ കാണുന്ന എല്ലാവരുടെയും സ്വപ്നം എന്താണ്, സർക്കാർ ജോലിയാണ്. ഇതിൻ്റെ കോഴ്സിൻ്റെ വാലിഡിറ്റി വരുന്നത് 18 മാസമാണ്. കോഴ്സിൻ്റെ ഫീസ് വരുന്നത് 5000 രൂപയാണ്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ ക്രാക്കിലേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ എനിക്കിത് പഠിച്ചത് മറന്നു പോകുന്നു, അല്ലെങ്കിൽ എനിക്കെൻ്റെ ബേസിക് അറിയില്ല എന്നൊക്കെ ഒരു ചിന്താഗതി ഉള്ളവരാണെങ്കിൽ ഒട്ടും അമാന്തിക്കേണ്ട, നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതിനിപ്പോൾ 10ാം ക്ലാസ് ലെവൽ എക്സാം ആയിക്കോട്ടെ, +2 ലെവൽ എക്സാം ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ, ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. അപ്പോൾ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലഭ്യമാണ്, ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഒരുപാട് കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ്, നിങ്ങൾക്ക് ഉചിതമായ കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുക, പർച്ചേസ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് 9995467246 നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. എൻ്റെ കൂപ്പൺ കോഡായ ധന്യ20 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ആരംഭം എന്ന കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഞങ്ങളുടെ AZB അക്കാദമിയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് കോഴ്സുകളുണ്ട്. അതിൽ ആദ്യത്തെ കോഴ്സാണ് ആരംഭം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനകത്ത് ഫീസ് വരുന്നത് 6010 രൂപയാണ്. അപ്പോൾ എൻ്റെ കൂപ്പൺ കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ചോദിക്കും 10 രൂപ എന്താണ്? 10 രൂപ എന്നാൽ പ്ലാറ്റ്ഫോം ഫീസാണ്. അപ്പോൾ അതും അങ്ങനെ 5010 നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റും അടയ്ക്കാൻ കഴിയും. ഓൺലൈൻ പേയ്മെൻറ്റ് അടയ്ക്കുക, കോഴ്സ് പർച്ചേസ് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻ്റ് എന്ന വലിയൊരു എക്സാമിനെ കുറിച്ചാണ്. ജനറൽ നോളജ് എന്ന വിഭാഗത്തിൽ നിന്നും 10 മാർക്കിനാണ്, ജനറൽ നോളജിൽ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിവയാണ് ചോദിക്കുക. അതുപോലെ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ, കൾച്ചറൽ, സ്പോർട്സ്, ബേസിക് കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ ടെക്നോളജി, സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്, അതുപോലെ ഇംഗ്ലീഷ്. അപ്പോൾ ജനറൽ നോളജിൽ ഹിസ്റ്ററിയിൽ നിന്ന് 10 മാർക്കിനാണ് ചോദിക്കുക. ജോഗ്രഫിയിൽ 5 മാർക്കാണുള്ളത്, എക്കണോമിക്സിന് 5 മാർക്കാണുള്ളത്, സിവിക്സിന് 5 മാർക്കാണുള്ളത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കാണുള്ളത്, ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ 5 മാർക്കാണുള്ളത്, ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ 10 മാർക്കാണുള്ളത്, ബേസിക് കമ്പ്യൂട്ടർ 5 മാർക്കാണുള്ളത്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്കാണുള്ളത്,
അതുപോലെ മാത്സ്, അരിത്തമെറ്റിക് ആയിക്കോട്ടെ, മെന്റൽ എബിലിറ്റി ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, എല്ലാം കൂടെ 20 മാർക്കാണ്. ഇംഗ്ലീഷിന് 20 മാർക്കാണ്. റീജിയണൽ ലാംഗ്വേജ് അത് നിങ്ങളുടെ മലയാളം ആയിക്കോട്ടെ, കന്നഡ ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ 10 മാർക്കാണ് ഉള്ളത്. അപ്പോൾ ഹിസ്റ്ററിക്ക് 10 മാർക്കാണ്. നമുക്ക് ഏറ്റവും വാല്യൂ ഉള്ള ഒരു മാർക്ക് ഹിസ്റ്ററിയുടെയാണ്. അതുപോലെ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ, കൾച്ചറൽ, സ്പോർട്സ് 10 മാർക്കാണ്. പിന്നെ സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ്. സിമ്പിൾ അരിത്തമെറ്റിക്കിനും എത്ര മാർക്കാണ്? 20 മാർക്കാണ് വരുന്നത്. ഇംഗ്ലീഷിനും 20 മാർക്കാണുള്ളത്. റീജിയണൽ ലാംഗ്വേജിനും 10 മാർക്കാണുള്ളത്. അപ്പോൾ ഇതിൽ GKയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഹിസ്റ്ററി. അപ്പം ഹിസ്റ്ററിയിൽ ഏതൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വഴിയെ പറയാം. അപ്പം ഈ കേരള ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത്, ഇപ്പം ഹിസ്റ്ററി തന്നെ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. അതിൽ കേരള ഹിസ്റ്ററിയിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ് പഠിക്കണം, അതുപോലെ കോൺട്രിബ്യൂഷൻസ് പഠിക്കണം, അതുപോലെ തിരുവിതാംകൂർ ചരിത്രം പഠിക്കണം, അതുപോലെ നവോത്ഥാന നായകരെ കുറിച്ചും അവരുടെ സംഭാവനകളും പഠിക്കണം. പിന്നെ ഈ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ച് അവയർനെസ് വേണം. അതുപോലെ സാഹിത്യ സ്രോതസ്സുകൾ പഠിക്കണം. പിന്നെ 1956 ശേഷമുള്ള പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി പഠിക്കണം. അതുപോലെ അതിനു മുമ്പ് പഠിക്കേണ്ടത് ഐക്യ കേരള പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹിസ്റ്ററിയിൽ വരുന്നത്, കേരള ഹിസ്റ്ററിയിൽ വരുന്നത്. ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയിലാണെങ്കിൽ മിഡിൽ ലെവൽ ഇന്ത്യ, മധ്യകാലഘട്ടം, അതായത് നമ്മുടെ സുൽത്താനേറ്റ് ഫുള്ള് പഠിക്കണം. അതുപോലെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി പഠിക്കണം. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് പഠിക്കണം, കോൺട്രിബ്യൂഷൻസ് പഠിക്കണം. അതുപോലെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിക്കണം, INCയെ കുറിച്ച് പഠിക്കണം, സ്വദേശി പ്രസ്ഥാനം, അതുപോലെ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്, ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഡ്യൂറിങ് ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ്, മഹാത്മാഗാന്ധി, അതുപോലെ ഇന്ത്യാസ് ഇൻഡിപെൻഡൻറ്റ്, അതുപോലെ ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, ഫോറിൻ പോളിസി, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് വരുന്നത്. വേൾഡിലാകുമ്പോൾ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ വാർ, അതുപോലെ ഫ്രഞ്ച്, റഷ്യ, ചൈനീസ്, ഇവിടുത്തെ എല്ലാ വിപ്ലവങ്ങൾ പഠിക്കണം. അതുപോലെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള പൊളിറ്റിക്കൽ ഹിസ്റ്ററി പഠിക്കണം. പിന്നെ UNOയും ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനും പഠിക്കണം. അപ്പം നാളത്തെ വീഡിയോയിൽ നമ്മളിതെങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ പഠിച്ചാലും നമുക്ക് ഈ 10 മാർക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തേക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും ASNBയുടെ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.